നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണ് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് മോഡൽ ആണെങ്കിലും അതിൽ ആദ്യമൊക്കെ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് നല്ല പെർഫോമൻസ് ഉണ്ടാവും. പിന്നീട് നമ്മുടെ ഫോണിന്റെ പെർഫോമൻസ് വളരെയധികം കുറയുന്നതായിട്ട് കാണാം, നമ്മുടെ സ്റ്റോറേജ് കുറയുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഫോണിന് വളരെയധികം ഹാങ് ആയി നിൽക്കുന്നത് കാണാം. ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും നമ്മൾ നേരിടാറുണ്ട്. അതിന് ഏത് സാധാരണക്കാരനും ചെയ്ത് നോക്കാൻ പറ്റുന്ന ചെറിയൊരു ടെക്നിക്കാണ് ഞാൻ പറയുന്നത്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിന്റെ പെർഫോമൻസ് നല്ല രീതിയിൽ നമുക്ക് കൂട്ടാൻ സാധിക്കും. എന്താണ് ആ പെർഫോമൻസ് പറയുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ വിട്ടുപോകരുത്. മൊബൈലിനെ പറ്റി ഒരു അറിവില്ലാത്ത ആളുകൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന പല ആപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ കുറച്ചു കാലം കഴിയുന്ന സമയത്ത് ഇതെല്ലാം വളരെ സ്ലോ ആവുന്ന പോലെ നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സെറ്റിംഗ്സ് ഉണ്ടല്ലോ, ആ സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആ സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ആപ്സ് ക്ലിക്ക് ചെയ്താൽ ഏറ്റവും മുകളിൽ ആപ്പ് മാനേജ്മെന്റ് കാണാം. ആപ്പ് മാനേജ്മെന്റ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും ഇവിടെ കാണാം. ഞാൻ അതിൽ ഒരു ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇവിടെ ഞാനൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. ആ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് സ്റ്റോറേജ് യൂസേജ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. 2-3 സെറ്റിംഗ്സുകൾ പറയുന്നതിനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണെങ്കിലേ മുഴുവനായിട്ട് മനസ്സിലാവുള്ളൂ. ഇവിടെ നമുക്ക് ക്യാഷ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. 1.7 MB ഇവിടെ കാണിക്കുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴെയുള്ള ക്ലിയർ ക്യാഷ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് 0 ആയിട്ട് മാറും. പക്ഷേ നമുക്ക് ഇതേപോലെയുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോണിലുണ്ട്. ഇതൊക്കെ നമുക്ക് ഇതേപോലെ ക്ലിയർ ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഫോണിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ അതിന്റെ മേലെ, ഇപ്പൊ ഞാൻ ഫേസ്ബുക്ക് എടുക്കുകയാണ്, അതിന്റെ മേലെ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ ഒരു റൗണ്ട് ഐക്കൺ കാണുന്നുണ്ട്. ആ റൗണ്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൗണ്ട് ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇന്റർഫേസിലേക്കാണ് പോകുന്നത്. ആ ഇന്റർഫേസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റോറേജ് യൂസേജിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. സ്റ്റോറേജ് യൂസേജ് വരുന്നത് നമുക്ക് ഏറ്റവും താഴേക്കാണ് വരുന്നത്. സ്റ്റോറേജ് യൂസേജിൽ നമുക്ക് ക്യാഷെ ആണ് ക്ലിയർ ചെയ്യേണ്ടത്, ഒരിക്കലും ഡാറ്റ ക്ലിയർ ചെയ്ത്. അപ്പൊ നമുക്ക് സ്റ്റോറേജ് യൂസേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷെ കാണിക്കുന്നുണ്ട്, മുകളിൽ ഡാറ്റ ഉണ്ട്. ഡാറ്റ ഒരിക്കലും ക്ലിയർ ചെയ്യരുത്, അറിയാതെ പോലും ക്ലിയർ ചെയ്യരുത്. ഇവിടെ ക്യാഷെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഉണ്ടോ നല്ലൊരു സൈസ് ക്യാഷെ വരുന്നുണ്ട്, അവിടെ നമുക്ക് ക്യാഷെ ക്ലിയർ ചെയ്യാം. പിന്നീട് നമുക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു ആപ്ലിക്കേഷനാണ് നമുക്ക് ഇതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഏറ്റവും മുകളിലുള്ള റൗണ്ട് ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റോറേജ് യൂസേജ് എടുത്തിട്ട് നമുക്ക് അവിടെ എത്രത്തോളം ഫയൽ സൈസ് ഉണ്ടെന്ന് നോക്കുക, അതും ക്ലിയർ ചെയ്യാം. പക്ഷേ ഇങ്ങനെയുള്ള എല്ലാ ആപ്ലിക്കേഷനിലും കയറി ക്ലിയർ ചെയ്യാൻ നമുക്ക് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമുക്ക് പ്ലേ സ്റ്റോറിൽ ഒന്ന് കയറിയിട്ട് നമുക്ക് ക്യാഷെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. നല്ലൊരു ആപ്ലിക്കേഷൻ ആണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഫയൽ സൈസ് മാത്രമേ ഉള്ളൂ, വിശ്വസിക്കാൻ പറ്റുന്നതാണെന്നാണ് അതിൽ പറയുന്നത്. നമ്മുടെ ഡാറ്റയൊന്നും അവർ സ്റ്റോർ ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അവിടെ നമ്മൾ ചെയ്യേണ്ടത് വൺ ടച്ച് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. ആ വൺ ടച്ച് ക്യാഷ് എന്ന് പറയുക, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. മുകളിൽ ക്യാഷെ ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ആപ്ലിക്കേഷനിലൊക്കെ നമ്മൾ എത്രത്തോളം സൈസ് ക്യാഷെ ഉപയോഗിക്കുന്നുണ്ടെന്നോ കാണിക്കുന്നുണ്ട്. അതിന്റെ താഴെ ക്ലിയർ കൊടുത്തു കഴിഞ്ഞാൽ, ക്ലീൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാഷെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യും. നമുക്ക് ഓരോരോ ആപ്ലിക്കേഷനിലും പോയി നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്താൽ തന്നെ നമ്മുടെ ഫോണിന്റെ പെർഫോമൻസ് നല്ല രീതിയിൽ നമുക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. നമുക്ക് ഇവിടെ കണ്ടില്ല എത്രത്തോളം നമ്മൾ ക്യാഷ് ഉണ്ട് എന്നുള്ളതൊക്കെ ഇവിടെ കറക്റ്റ് സൈസ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ക്ലിയർ കൊടുക്കാം. പിന്നെ രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് സെറ്റിംഗ്സിൽ നിന്ന് ആപ്സിൽ തന്നെ പോവുക. ആപ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്പ് മാനേജ്മെന്റ് ഒന്നുകൂടി ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു ബിങ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സെർച്ച് എഞ്ചിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണുന്നുണ്ട്, നമുക്ക് ഇവിടെ കുറച്ച് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ പെർമിഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ പെർമിഷൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള പെർമിഷൻസ്, ഇപ്പൊ ലൊക്കേഷന് വേണ്ടി പെർമിഷൻ കൊടുക്കുന്നു, ക്യാമറക്ക്, അങ്ങനത്തെ അനാവശ്യമായിട്ടുള്ള പെർമിഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഡോണ്ട് അലോ ആയി കൊടുക്കുക. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട്, നമ്മുടെ ലൊക്കേഷൻ അറിയാൻ വേണ്ടിയിട്ടൊക്കെ. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ എന്ത് ചെയ്യുക, യൂസ് ചെയ്യാതിരിക്കുക. അതായത് നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് പോലും നമ്മൾ ഡാറ്റ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പോസ് ആപ്പ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അത് ഓഫ് ചെയ്യുക. ഇതെന്തുകൊണ്ടാണ് ഓഫ് ചെയ്യണമെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് പോലും ഈ ആപ്ലിക്കേഷനുകളൊക്കെ നമ്മളുടെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിട്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടി നിങ്ങളുടെ ഫോണിൽ ഓഫ് ചെയ്തേക്കാം. അങ്ങനെയാണ് നിങ്ങളുടെ ഫോൺ നല്ല രീതിയിൽ നിങ്ങൾക്ക് പെർഫോമൻസ് കാണാൻ